എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രിയങ്കരനായ MLA അവർ, അതുപോലെ തന്നെ നമ്മുടെ മുൻ ജില്ലാ സെക്രട്ടറി ഉദയഭാനു സാറ്, വേദിയിൽ ആയിരിക്കുന്ന മറ്റ് വിശിഷ്ട ഓരോ അതിഥികൾ, കർത്തൃവേദിയിലായിരിക്കുന്ന എല്ലാ ശാസ്ത്രന്മാരായ ദേവദാസന്മാർ, ദൈവമക്കൾ, ദൈവസഭ, എല്ലാവർക്കും ഒരു പ്രാവശ്യത്തിൻ്റെ നന്ദിയും വന്ദനവും അറിയിക്കട്ടെ. ഇവിടെ ഈ പ്രൊജക്റ്റ്, കൃപാഭവൻ്റെ ഈ പ്രൊജക്റ്റ് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. തുടക്കം ഏകദേശം 10 വർഷം മുൻപ് ആരംഭിച്ചുവെങ്കിലും അതിന് അടിസ്ഥാനപരമായ ചില ആവശ്യങ്ങൾ നിറവേറ്റുവാൻ തക്കവണ്ണം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഏകദേശം ഞാൻ മനസ്സിലാക്കുന്നത് അതിന് ആദ്യത്തെ ഫേസ് തന്നെ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഏകദേശം 3 കോടി രൂപ ആവശ്യമുള്ള ഒരു പ്രൊജക്റ്റ്. എനിക്ക് തോന്നുന്നില്ല പ്രിയ പാസ്റ്ററുടെ കയ്യിൽ ഒരു 3 ലക്ഷം രൂപ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ്. ഇല്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഇത് വിശ്വാസത്താലാണ് താൻ ചെയ്യുവാൻ ആഗ്രഹിച്ചത്. അതിന് ദൈവം തന്നെ അത് ഉദ്യമിപ്പിക്കുന്നത്. തീർച്ചയായും ഏകദേശം 30 വർഷം പിന്നിലോട്ട് ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഈ ദേശത്ത് എനിക്കറിയത്തില്ല, ഇവിടെ കാട്ടാനയും പിന്നെ വന്യമൃഗങ്ങളുള്ള ദേശമാണെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അന്ന് പക്ഷെങ്കിൽ എന്നെ ആരോ ഇവിടെ കൊണ്ടുവന്നു. ഞാനിവിടെ തോട്ടം വാങ്ങിച്ചു. 10 ഏക്കർ തോട്ടം വാങ്ങിക്കാൻ ദൈവം എന്നെ സഹായിച്ചു. ആദ്യമായിട്ടൊക്കെ ഞാൻ ഓരോ കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയമായിരുന്നു. ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇവിടെ കൊണ്ടുവന്നിട്ടു. അത് ചെയ്യുവാൻ പ്രേരണ കിട്ടി. എന്നാൽ എനിക്ക് തോന്നുന്നില്ല ആ തോട്ടം വാങ്ങിച്ചതിൽ നിന്ന് എനിക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായോ നന്മയുണ്ടായോ എന്ന് എനിക്ക് ഓർമ്മയില്ല. അതുണ്ടാകാൻ സാധ്യതയുമില്ല. എന്നാൽ ഒരു കാര്യം എനിക്കതുകൊണ്ട്, അവിടെ അത് വന്നതുകൊണ്ട് ഇങ്ങനൊരു ആലയം ഇവിടെ ഉയരുവാനും ദൈവം ഇത് മുൻകണ്ടു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് 2-3 മുറിയുള്ള ഒരു വീട്ടിൽ താമസിക്കുവാൻ തക്കവണ്ണം ക്രമീകരണമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു ചെറിയ പ്രാർത്ഥന 2-3 പേര് കൂടി തുടങ്ങി. ആ പ്രാർത്ഥന അത് വന്നു, ആളുകൾ കൂടി വന്നു, ആ മുറി നിറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, അടുത്ത ഇരിക്കാൻ ഇനി സ്ഥലമില്ല. ഞാൻ പറഞ്ഞു, ആ മുറിയുടെ ഭിത്തി അങ്ങ് പൊളിച്ച് ഒന്നാക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അത് പൊളിച്ച് വലുതായി കഴിഞ്ഞപ്പോൾ, അത് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ വേറെ മാർഗമില്ല, ആളുകൾ വരാൻ തുടങ്ങി. അങ്ങനെ ദേവദാസൻ ആ സമയത്ത് ഇവിടെ വരികയും അത് ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. എന്നോട് പറഞ്ഞു, നമുക്ക് ഇവിടെ ഒരു ആലയം പണിയാം, അതിനുള്ള സ്ഥലം തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നോക്കി അത് മാർക്ക് ചെയ്തോളൂ, അളന്ന് തിരിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ തന്നെ താൻ കുറ്റിവെച്ച് അത് തിരിച്ചെടുത്ത് പണിയാൻ ആരംഭിച്ചു. തറയിട്ടു. തറ പൊങ്ങി കഴിഞ്ഞപ്പോൾ ഉള്ള പ്രതീക്ഷിച്ച പൈസകളൊക്കെ തീർന്നു. അവിടെ നിന്ന് ഞാൻ താനുമായിട്ട് സംസാരിച്ച് തന്നെ ഗൾഫിലേക്ക് കൊണ്ടുപോയി. ഗൾഫിൽ വന്ന് ഇവിടെ സഹോദരന്മാരും പ്രിയപ്പെട്ടവരും എല്ലാവരും കൂടെ ചേർന്ന് ഇതിൻ്റെ പണി തുടങ്ങി. താൻ അവിടെ നിന്ന് കിട്ടുന്ന ഓരോ സഹായങ്ങളും ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. ഏകദേശം ഇതിൻ്റെ മെയിൻ സ്ട്രക്ചറിൻ്റെ മെയിൻ പണി കഴിയുന്നത് വരെ താൻ ഗൾഫിൽ ഒരിടത്ത് മാറി എല്ലാ സ്ഥലങ്ങളിലും പോയി കൈ കിട്ടിയതെല്ലാം ഇങ്ങനെ കൊടുത്ത് അങ്ങനെ ഈ ആലയം ഇവിടെ പൊങ്ങുവാനും അത് പൂർത്തീകരിക്കുവാനും ദൈവം സഹായിച്ചു. അപ്പം ദൈവം ഇതിൻ്റെ ഓരോ ചുവടിലും സ്റ്റെപ്പിലും ദൈവസാന്നിധ്യം കൂടിയിരുന്ന് ദൈവമാണ് ഇത് പണിതത്, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിൻ്റെ കരമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നമുക്ക് തന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും കാലം ഈ 30-ലധികം വർഷം എനിക്ക് നല്ലപോലെ അറിയാം. താൻ സ്വന്തത്തിന് വേണ്ടി ഒന്നും ഉണ്ടാക്കുകയോ അധ്വാനിക്കുകയോ സ്വരുക്കൂട്ടുകയോ ചെയ്തതായിട്ട് അതും എനിക്കറിയില്ല. കാരണം കിട്ടിയതെല്ലാം ദൈവനാമത്തിന് വേണ്ടിയും അത് ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും എല്ലാത്തിനും വേണ്ടി താൻ ചെലവാകുന്ന ഒരു വ്യക്തിയാണ്. ഇത് ഞാൻ ദൂരെ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. പലപ്പോഴും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ അറിയാവുന്നത് ചെയ്യാവുന്ന രീതിയിലൊക്കെ ഞാൻ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊന്നും പോരാ. എന്നാൽ തനിക്ക് തൻ്റെ വിശ്വാസം വലുതാണ്. അതനുസരിച്ച് ദൈവം കൂടുതൽ നിന്നും തന്നെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അത് വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല.
പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തത. നമ്മൾ താൻ വിശ്വസിക്കുന്നത് പ്രസംഗിക്കുന്ന വിഷയം താൻ പ്രവർത്തിച്ച് കാണിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിത്വമാണ് സാൻകുട്ടി പാസ്റ്റർ എന്ന് ഞാൻ മനസ്സിലാക്കി. ഇത് കൃപാഭവൻ ആരംഭിച്ച സമയം മുന്നോട്ട് വന്നു. ഞാൻ ഒരു കാര്യം കൂടെ തന്നോട് പറഞ്ഞു. തൻ്റെ ആഗ്രഹം കേട്ടപ്പോൾ ഒരു കാര്യം ചെയ്യുക, റാന്നിയിലോട്ട് വാ, അവിടെ ഞാൻ സ്ഥലവും തരാം, കെട്ടിടവും തരാം, അവിടെ അങ്ങ് പ്രവർത്തിക്കുക. അപ്പോൾ ഒരു വലിച്ചില്, അയ്യോ അച്ഛാ, അത് ഞാൻ ഇവിടെ അങ്ങ് തുടങ്ങി ഇങ്ങനെ ഇവിടെ എന്ന് പറഞ്ഞാൽ ചിറ്റാർ വിടാൻ എനിക്ക് കഴിയത്തില്ല. ചിറ്റാറിൽ അതുപോലെ തൻ്റെ പേര് ഇറങ്ങി താൻ ചിറ്റാറുകാരനായിപ്പോയി. അതുകൊണ്ട് റാന്നി അല്ല തൻ്റെ വിഷയം, ചിറ്റാറ. അവിടെ ആയിരുന്നെങ്കിൽ തനിക്ക് ഈ ബന്ധപ്പാടുകളോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാകാതെ ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ തൻ്റെ ദർശനം വലുതാണ്. താൻ ഇവിടെ വന്നു, ഇവിടെ ആരംഭിച്ചു. ഞങ്ങൾ നേരത്തെ ഒരു കല്ലൊക്കെ ഇട്ടെങ്കിലും അത് പല പ്രതികൂലത്തിൽ അത് നടന്നില്ല. എന്നാൽ ഇപ്പം സ്വർഗത്തിലെ ദൈവം അത്ഭുതകരമായിട്ട് ഒരു നല്ല ലാൻഡൊക്കെ തന്ന് ക്രമീകരിച്ച് ചെയ്തിരിക്കുകയാണ്. ഇത് ചെയ്യുന്നത് തികച്ചും വിശ്വാസത്താലാണ്. ഇവിടെ ഇരിക്കുന്ന കടന്നു വന്നിരിക്കുന്ന എൻ്റെ എല്ലാ കേൾവിക്കാരും പ്രിയപ്പെട്ടവരും, നിങ്ങൾക്ക് കഴിയുന്ന ഒരു ചെറിയ കോൺട്രിബ്യൂഷനെങ്കിലും നിങ്ങൾ ഈ കൃപാഭവന്റെ ഈ പ്രവർത്തനം, നമ്മൾ ഒരുമിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്, നമ്മൾ ഒരുമിച്ചാണ് ഇത് ഉയർത്തേണ്ടത്. ഈ നാടിന് അഭിമാനമാണ്, ഈ ദേശത്തിന് അഭിമാനമാണ്. തീർച്ചയായും കൃപാഭവൻ അനേകരുടെ കണ്ണുനീരൊപ്പാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, അനേകർക്ക് അത്താണിയായി തീരുവാൻ ഇത് സാധിക്കട്ടെ. ഞാൻ വാക്കുകളെ നീട്ടുന്നില്ല. സർവശക്തനായ ദൈവം ഇതിന്റെ കരം ഇതിൽ പ്രവർത്തിക്കും. സെരുബാബേലിന് മുന്നിലുള്ള മഹാപർവ്വതമേ നീ ആര്, കൃപ കൃപ എന്ന് ആർത്തുകൊണ്ട് അതിനെ ജയിപ്പാനുള്ള ദൈവകൃപ തന്റെ ദാസന്മേൽ ഉണ്ടാകട്ടെ എന്ന് വാക്കുകളെ പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിലേക്ക്